എൻ്റെ പേര് ലീനു. ഞാൻ വാകത്താനം കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ MBA കഴിഞ്ഞ് 2023 ഇറങ്ങിയതാണ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു ട്രെയിനി ആയിട്ട് ഭാരത് പെട്രോളിയത്തിൽ 1 വർഷം വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ ട്രെയിനി ആയിട്ട് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ബാംഗ്ലൂർ ജോലി കിട്ടിയില്ലെങ്കിൽ ബാംഗ്ലൂർ പോകാമെന്നുള്ള രീതിയിലായിരുന്നു ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ലായിരുന്നു. ഞാൻ അവ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് ഏകദേശം ഒരു 3-4 മാസമായിട്ടും എനിക്ക് ജോലിയൊന്നും ആയില്ലായിരുന്നു. എന്നിട്ട് ചേച്ചി എന്നോട് പറഞ്ഞു, ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക്, നിനക്ക് ജോലി കിട്ടും. അങ്ങനെ ഞാൻ ഈ മാർച്ച് 12, 2025 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് തലേ ദിവസം എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായി. ഞാനത് അറ്റൻഡ് ചെയ്തു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എന്നിട്ട് ഒരാഴ്ചയായിട്ട് എനിക്ക് ഒന്നും വരുന്നില്ല. എന്നുവെച്ചാൽ അവർ ഇൻ്റർവ്യൂ ഒരു റൗണ്ട് സെലക്ട് ആയായിരുന്നു. പക്ഷേ അവരുടെ അവിടെ നിന്ന് ഡിലേ ആവുന്ന കണ്ടിട്ട് എനിക്ക് പേടിയായി. ഇനി എനിക്ക് ജോലി കിട്ടത്തില്ലേ എന്നുള്ള ടെൻഷനായി. കാരണം 6 മാസം കഴിയുമ്പോഴത്തേക്കും ഗ്യാപ്പ് എന്താ വന്നതെന്ന് ഇൻ്റർവ്യൂ ആൾക്കാർ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനായിട്ട് ഉത്തരവൊന്നുമില്ലായിരുന്നു. എനിക്ക് പുതിയൊരു കോഴ്സ് പഠിക്കാനൊന്നും താല്പര്യമില്ല. എനിക്ക് ജോലിക്ക് കയറണമെന്നായിരുന്നു. സാമ്പത്തികമായിട്ട് എൻ്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരാഴ്ച ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, എടി 6 മാസമായില്ലേ, ജോലി കിട്ടിയിട്ടില്ലല്ലോ, നീ ബാംഗ്ലൂർ പോയി നോക്കുക. അപ്പോൾ നിനക്ക് ബാംഗ്ലൂർ വോക്കിൻ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടല്ലോ, വോക്കിൻ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്താൽ ജോലി കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ബാംഗ്ലൂർ പോകാൻ താല്പര്യമില്ല. എനിക്ക് ബാംഗ്ലൂർ പോയാൽ ഒരു റൂമിൽ 2 പേരൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല. അവിടെ കുർബാനയ്ക്ക് പോകാൻ ഉള്ള സൗകര്യമൊന്നും കാണത്തില്ല. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വളരെ ദൂരെ പള്ളി. അവിടുത്തെ ആണെങ്കിലും കന്നഡ കുർബാന. ഇപ്പം എനിക്ക് കന്നഡ കുർബാന എനിക്ക് ഒട്ടും മനസ്സിലാകത്തില്ല. എനിക്ക് കുർബാനയുടെ വിശ്വാസത്തോടെ കൂടാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കുർബാന ഒന്നും പ്രേക്ഷിത പ്രവൃത്തിയൊന്നും എനിക്ക് അവിടെ ചെന്ന് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്നോട് പറഞ്ഞു, എല്ലാവരും ഉടമ്പടി എടുത്ത് ഓരോരുത്തടുത്ത് പോകുന്നതല്ലേ, അവരൊക്കെ ഇത് ചെയ്യുന്നതല്ലേ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ എനിക്ക് പോകാനായിട്ട് മനസ്സ് വന്നില്ല. എനിക്കിഷ്ടമല്ലായിരുന്നു. ഒന്നാമത് ബാംഗ്ലൂർ ജീവിതവും മലയാളികളൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള പേടി കാരണം എനിക്ക് ബാംഗ്ലൂർ പോകാനായിട്ട് എനിക്ക് മനസ്സ് വന്നില്ല. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഈ ആഴ്ച തന്നെ എന്നോട് പറയണം, ഞാൻ ബാംഗ്ലൂർ പോകണോ വേണ്ടയോ എന്ന് എന്നോട് പറയണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം മാതാവ് ഈ കഴിഞ്ഞ ആഴ്ച 27 മാർച്ച് 2025 എനിക്കൊരു കമ്പനിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. അടുത്ത മാസം 7-ാം തീയതി ജോയിൻ ചെയ്യണമെന്നുള്ള രീതിയിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, മാതാവിനോട് പറഞ്ഞതാണ്, നീ ബാംഗ്ലൂർ പോകണ്ട. അങ്ങനെ ബാംഗ്ലൂർ പോകണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അടുത്ത മാസം 7-ാം തീയതി ജോയിൻ ചെയ്യുവാണ്. എനിക്ക് ഈ കൃപ തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കേരളത്തിൽ എറണാകുളത്ത് ഇൻഫോ പാർക്കിലാണ് എനിക്ക് ജോലി കിട്ടിയേക്കുന്നത്. ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഡിഫറെൻ്റ് ഏബിൾഡ് കുട്ടികളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. അവിടെ പോകുമായിരുന്നു. അവിടെ 2 ശനിയാഴ്ച, എല്ലാ ശനിയാഴ്ച ഞാൻ പോകുമായിരുന്നു. അപ്പോൾ 2 ശനിയാഴ്ച പോയപ്പോഴത്തേക്കും സിസ്റ്റർമാർ പറഞ്ഞു, അവർ പുറത്തുനിന്ന് ആളെ എടുക്കണില്ല, അപ്പോൾ അവർ തന്നെയാണ് എല്ലാം ചെയ്യുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് സങ്കടമായി. പിന്നെ ഞാൻ എവിടെ പോകണം എന്നെനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അവിടെ ചങ്ങനാശ്ശേരിയിലടുത്ത് ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്, നീ അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി ചോദിച്ചു. അവർ സമ്മതിച്ചു. എല്ലാ ശനിയാഴ്ചയും വന്നോളാൻ പറഞ്ഞു. അവരുടെ കൂടെ ഇരുന്ന് ഞാൻ സംസാരിക്കാറുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയത് കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ചോദിക്കുന്ന 3/4 പേരുടെയും പേര് മറിയം, മേരി, അങ്ങനെ ഉള്ള പേരായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, മാതാവിനെ ഇവിടെ ആക്കാൻ വേണ്ടിയാണ്
അവിടെ എന്നെ കയറ്റാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പണ്ട് ഒത്തിരി പ്രാർത്ഥിക്കത്തൊന്നുമില്ലായിരുന്നു, പക്ഷെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്കത്ര തീഷ്ണതയോടൊന്നും പ്രാർത്ഥിക്കാൻ എനിക്ക് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. ലൈക്ക് ഞാൻ കുർബാനയ്ക്ക് ശനിയും ഞായറും, ഞാൻ യോക്കോബൈറ്റ്സ് ആണ്, ഞങ്ങൾക്ക് ശനിയും ഞായറും ഉണ്ടായിരുന്നുള്ളൂ കുർബാന. അപ്പം ഞാൻ ഇവിടെ വന്ന് കുടമ്പടി എടുത്ത ശേഷം ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. പാറപ്പള്ളിയിൽ അവിടെ എല്ലാ കത്തോലിക്ക പള്ളി ആയതുകൊണ്ട് എല്ലാ ദിവസവും കുർബാനയുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ അവിടെ പോകാൻ തുടങ്ങി. എൻ്റെ പള്ളി കുർബാനയുള്ളപ്പോൾ ശനിയും ഞായറും ഞാൻ എൻ്റെ പള്ളി കുർബാന കൂടാൻ തുടങ്ങി. നേരത്തെ എനിക്ക് ബൈബിൾ വായിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. മാക്സിമം ഞാൻ ഒരു അധ്യായം, ഏറ്റവും കുഞ്ഞ അധ്യായം നോക്കി വായിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം എനിക്ക് ബൈബിൾ 1/2 മണിക്കൂർ കൂടുതൽ വായിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈശോനും മാതാവിനും 1000 നന്ദി. സങ്കീർത്തനം 126 5 തിരുവചനം അരുളി ചെയ്യുന്നു: കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. ലീനു മറിയം ഷാജി തൻ്റെ ഉടമ്പടി ഈ മാസം 12-ാം തീയതിയാണ് എടുത്തത്. ഇന്ന് 31. എത്ര ദിവസങ്ങളായി എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഈ ദിവസങ്ങൾക്കിടയിലാണ് തനിക്ക് ജോലിയൊന്നും ലഭിക്കുന്നില്ല. MBA കഴിഞ്ഞ മകളാണ്. 6 മാസത്തെ ഗ്യാപ്പ് വന്നാൽ പിന്നീടത് തനിക്കൊരു ജോലി ലഭിക്കുന്നതിനും ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്നതിനുമൊക്കെ പിന്നീടത് ഒത്തിരിയേറെ ബുദ്ധിമുട്ട് ആകുന്ന സാഹചര്യത്തിൽ ബാംഗ്ലൂർ പോകുവാനും തനിക്ക് താല്പര്യമില്ല. എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് അമ്മയുടെ ഉടമ്പടി നിബന്ധനകളിൽ പറയുന്ന കാര്യങ്ങൾ, രോഗി ശുശ്രൂഷയും അതുപോലെ സഹായം അർഹിക്കുന്നവരെ തേടിച്ചെന്ന് കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാനുമൊക്കെ ഈ മക്കൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ഓരോ കുഞ്ഞുങ്ങൾ, അവരതിൻ്റെ പുറകെ നടക്കുകയാണ്. അങ്ങനെ ദൈവത്തെ തേടി നടക്കുന്ന, ദൈവം വസിക്കുന്ന ഇടങ്ങളെവിടെ, ആ ഇടങ്ങളിൽ പോയി അഗതികളായവരെ, ദുഃഖമനുഭവിക്കുന്നവരെ, ഒറ്റപ്പെട്ട് കിടക്കുന്നവരെ അന്വേഷിച്ചു പോകുന്ന ഒരു യുവതലമുറ ഇവിടെ പ്രാരംഭം കൊള്ളുകയാണ് കൃപാസനത്തിലെ ഉടമ്പടിയിലൂടെ. അങ്ങനെ ഈ മകളും പോയി കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുന്നു. തനിക്ക് ലഭിക്കാതിരുന്ന, അതായത് തൻ്റെ മനസ്സിന് വളരെയേറെ ഭാരമായിരുന്നു തനിക്കൊരു ജോലിയില്ല എന്നുള്ളത്. 5 മാസത്തിലേറെയാകുന്നു. 6 മാസം കഴിഞ്ഞാൽ പിന്നീട് ഗ്യാപ്പ് വരും. അപ്പോൾ ആ അവസരത്തിൽ തന്നെ ഉടമ്പടി എടുത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം തനിക്ക് കിട്ടിയ ജോലി ഏറ്റവും നല്ല ഒരു സാലറിയിൽ, നല്ല ഒരിടത്ത് ഈ മകൾക്ക് ജോലി ലഭിച്ചു, കേരളത്തിൽ തന്നെ. ഈ മകൾ പറയുന്ന ഒരു കാര്യമുണ്ട്: എനിക്ക് പള്ളിയിൽ പോകണം, ബാംഗ്ലൂരിലാണെങ്കിൽ അതിനുള്ള സാധ്യതകൾ കുറവാണ്, അതുകൊണ്ട് തന്നെ കേരളത്തിൽ കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു. തൻ്റെ ദിവ്യബലിയുടെ കാര്യങ്ങളൊക്കെ ഈ മകൾ പിന്നീട് ഇവിടെ പങ്കുവയ്ക്കുകയുണ്ടായി. എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടാകാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ നിബന്ധനകൾ പാലിച്ച് മുമ്പോട്ട് പോയ ഈ മകളെ ദൈവം പിടിച്ചുയർത്തുന്നതാണ് നാം കാണുന്നത്. ഒരു ജോലിയിലൂടെ തനിക്ക് ഏറ്റവും ആവശ്യം അതാണ്. അങ്ങനെ ആ ജോലിയിലൂടെ ഈ മകൾക്ക് ദൈവിക കൃപകൾ ലഭിക്കുന്നു. പിന്നീട് തൻ്റെ ആത്മാവിൻ്റെ കാര്യം, അതിന് ഈ മകൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുതന്നെയാണ് ഉടമ്പടിയിൽ ഏറ്റവും ലക്ഷ്യം വയ്ക്കുന്നതും. ഇന്ന് ഇവിടെ വന്ന് നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ലീനുവിനോടൊപ്പം നമുക്ക് കരങ്ങളടിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.